ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് കിട്ടും ഏത് ബുക്ക് നിങ്ങൾക്ക് വായിക്കണമെന്ന്. ഇതൊന്നും നമുക്ക് പറ്റിയതല്ല. ഇതൊക്കെയാണ് എല്ലാവരുടെ അവസ്ഥ. നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. എല്ലാവരും ഇങ്ങനെയാണ്. മോട്ടിവേഷൻ റീലുകളെല്ലാം കാണും, ബുക്ക് വായന, എന്തായാലും പിറ്റേ ദിവസം നിർത്തവർ. എന്തുകൊണ്ടാണെന്നറിയോ? പറഞ്ഞുതരാം. ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, സ്മോൾ ഹാബിറ്റിൻ്റെ ഇത്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കാര്യം തന്നെയാണ് ഇതിലും. ബുക്ക് വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഹാബിറ്റാണ്. നമുക്ക് പല രീതിയിലും നോളേജ് കിട്ടും. ബുക്ക് വായന തുടങ്ങാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ചെറിയ ബുക്കുകൾ എടുക്കുക. ചെറിയ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേജുള്ളത്, സിമ്പിൾ വേർഡ്സ് ഉള്ളത്, പടങ്ങളുള്ള ബുക്ക്, പിക്ചേഴ്സുള്ള ബുക്ക്. അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടി മെമ്മറിയിൽ നിൽക്കും. കുറച്ച് പേജുള്ള ബുക്കുകൾ എടുക്കുക. റെക്കമെൻഡ് ചെയ്യാനുള്ള ബുക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീം ബിഗ് ഇറ്റ്, ഫുൾ പിക്ചേഴ്സാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ സിമ്പിൾ ഇംഗ്ലീഷുമാണ്, നിങ്ങൾ പെട്ടെന്ന് വായിച്ചെടുക്കാനും പറ്റും. നോൺ ഫിക്ഷൻ അല്ല, ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പാഠങ്ങളുള്ള ബുക്ക് ആണെങ്കിൽ ഇക്കിഗൈ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് വായിക്കാനും പറ്റും. സിമ്പിൾ വേർഡ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇക്കിഗൈയൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറൊരു ബുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാം. അറ്റോമിക് ഹാബിറ്റ്സ് ബൈ ജെയിംസ് ക്ലിയർ, ദ ബെസ്റ്റ് ബുക്ക്.